അപ്പോൾ പാട്ടാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവതാരക എന്ന് പറയുന്നത് ഒരു സൈഡ്, അതൊരു ഹോബി എന്ന് പറയാം. ചാനലിൽ കൂടെ പല പ്രോഗ്രാംസും ചെയ്യുന്നു. മെയിൻലി മ്യൂസിക് പ്രോഗ്രാംസ് ആണ് ഞാൻ കൂടുതലും ചെയ്യാറ്. അങ്ങനെ മ്യൂസിക് പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് സ്റ്റേജ് ഷോസും റെക്കോർഡിങ്സും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. ഓക്കെ. അപ്പോൾ ശരിക്കും സ്റ്റേജ് ഷോസുകളെ പറ്റി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ പാട്ടുകാർക്ക് ഒത്തിരിയധികം ഇത്രയും പരിചയമുള്ള അഖിലെ പോലത്തെ ആൾക്കാരെ ഒരുവിധം എല്ലാ സ്ഥലത്തുള്ള മലയാളികൾക്കും വെൽക്കം ആണ്. അപ്പം എവിടെയൊക്കെ പോയിട്ടുണ്ട് സ്റ്റേജുകൾ? ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെ ഇന്ത്യക്ക് പുറത്ത് പോയിട്ടില്ല. ഗൾഫ് ഷോസ് ഒത്തിരി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി പോവാനിരിക്കുന്നു ഈ മാസം ഒരു സിംഗപ്പൂർ ഒരു ഷോ ഉണ്ട്, പിന്നെ ഒരു UK, യൂറോപ്പ് ഉണ്ട്. അപ്പം അങ്ങനെ വരാനിരിക്കുന്നു. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ ഈ ഒരു വിസിനിറ്റി, സ്വന്തം വീട് അല്ലെങ്കിൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നുള്ളതല്ലാതെ ഇത്തിരി ഒന്ന് വിസിനിറ്റിയിലുള്ള ആൾക്കാരുടെ പ്രതികരണം? കാരണം അഖില എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ സ്വന്തം വീട്ടിലെ ആളെ പോലെയാണ് കരുതുന്നത് അല്ലേ? ദിവസവും ഒരു ഷോ ഉണ്ടാവും ടെലിവിഷനിൽ. അപ്പോൾ എങ്ങനെയാണ് ആൾക്കാരുടെ പ്രതികരണം അഖിലെ കാണുമ്പോൾ? വളരെ നല്ല പ്രതികരണമാണ്. പ്രത്യേകിച്ച് നമ്മൾ പുറത്ത് പ്രോഗ്രാംസിന് പോകുമ്പോൾ ഷോപ്പിങ്ങിന് പോകാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം മോൾസിലൊക്കെ പോകുമ്പോൾ പലരും വന്ന് പരിചയപ്പെടുക, അടുത്തുനിന്ന് ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ക്രേസ് ആയിട്ട് ഭയങ്കര സ്റ്റാർ ആയെന്നൊക്കെ മനസ്സിൽ തോന്നും, ആർക്കായാലും തോന്നുമല്ലോ. പക്ഷെ ഒരു സന്തോഷമാണത്. TV കാണാറുണ്ട്, പ്രോഗ്രാം കാണാറുണ്ട്, പാട്ട് കേൾക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് അടുത്ത് വന്ന് പരിചയപ്പെടുമ്പോൾ സന്തോഷം, ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. ഓക്കെ. അപ്പോൾ ശരിക്കും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള അവതാരകരിൽ എന്താണ് അന്ന് വർഷത്തിൽ കൂടുതലാണ്. അപ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒരു ചാനലിലെ അവതാരകയായിട്ട് വരുന്നത്. അന്ന് മ്യൂസിക് പ്രോഗ്രാം ഒന്നും ആയിരുന്നില്ല ചെയ്തത്, ഒരു ഫിലിം ബേസ്ഡ് പ്രോഗ്രാം. അപ്പോൾ 10 വർഷത്തിൽ കൂടുതൽ